നമസ്കാരം, വീണ്ടും സിനൂസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ്. എഗ്ഗും വെജിറ്റബിളും ഇട്ട വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിനാദ്യമായിട്ട് നമുക്ക് 2 കപ്പ് റൈസ്, ബസ്മതി റൈസ് ഈ കപ്പിലാണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കി അത് 30 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് ബീൻസ് അരിഞ്ഞത് ഒരു ബൗളിൽ എടുത്ത് വെക്കാം. ക്യാരറ്റ് അതുപോലെ തന്നെ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് അതും ഒരു ബൗൾ വേണം. ഇനി വെളുത്തുള്ളി നന്നായിട്ട് അരിഞ്ഞ് ഒരു 1/4 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ടയാണ് നമുക്ക് വേണ്ടിയത്. അതൊരു ബൗളിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുരുമുളക് പൊടി താല്പര്യമുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് അല്പം ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കുരുമുളക് പൊടി ഇടുന്നില്ല. ഇതിനോടൊപ്പം നമുക്ക് ആവശ്യമുള്ളതാണ് ഗ്രീൻ ചില്ലി സോസ് 1 ടീസ്പൂൺ നമ്മളിവിടെ എടുക്കുന്നുണ്ട്. സോയാ സോസ് അതൊരു 1/4 ടീസ്പൂണാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ച് നമ്മൾ എടുക്കണം. നമുക്കിതുപോലെ തന്നെ ചിക്കനും ഉപ്പും കുരുമുളകും ഇട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ചെടുത്തിട്ട് അത് എണ്ണയിലിട്ട് വഴട്ടി അതും നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കാം. അപ്പം നമ്മളുടെ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആവും. ഇതിപ്പോൾ നമ്മൾ വെജിറ്റബിളും എഗ്ഗും മാത്രമേ ചേർക്കുന്നുള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഡിഷ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ മുട്ട ഒരുമാതിരി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ പാനിലേക്ക് നമുക്ക് വെജിറ്റബിളും കൂടെ കുക്ക് ചെയ്തെടുക്കാം. പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴട്ടിയെടുക്കാം. ഒരുപാട് വെന്ത് പോകരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ബീൻസ് ഇട്ട് അതൊന്ന് വഴട്ടിയ ശേഷം ക്യാരറ്റ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമ്മൾക്ക് 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ സോയാ സോസും കൂടെ നമുക്കിതിലേക്ക് ചേർക്കണം. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മളിത് നന്നായി വഴട്ടണം. എന്നിട്ട് നമ്മൾ ചിക്കി പൊരിച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ മുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി എടുക്കാം. എന്നിട്ടൊരു ബൗളിലേക്ക് ഇത് മൊത്തം കൂടെ മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളുടെ കപ്പിന് 1 കപ്പ് റൈസിന് 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് റൈസാണല്ലോ നമ്മൾ എടുത്തത്, അതിനനുസരിച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും ചേർത്ത് ഒരല്പം ബട്ടറും ഇട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അടച്ചു വെച്ച് സിമ്മിൽ ഇത് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മളുടെ റൈസ് റെഡി ആയോ നോക്കാം. നമ്മുടെ റൈസ് വെള്ളം എല്ലാം വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പകുതി വെജിറ്റബിൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ റൈസ് ഇപ്പോൾ ഒരുമാതിരി ആറിയിട്ടുണ്ട്. ആറിയ ശേഷം നമുക്ക് പകുതി റൈസ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പാർട്ടായിട്ടാണ് ഇത് നിങ്ങളെ കാണിക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ചെറിയ പാനാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വലിയ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് റൈസ് ഫുള്ളും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം.
ഇപ്പം നമ്മുടെ ഒരു പാർട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റേ പാർട്ട് റൈസും കൂടെ ഈ വെജിറ്റബിൾ മിക്സ് ചെയ്ത് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രൈഡ് റൈസ് റെഡിയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നാടൻ ചിക്കൻ കറിയോ ബട്ടർ ചിക്കനോ എന്ത് വേണമെങ്കിലും ചേർത്ത് കഴിക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കറി ഇല്ലെങ്കിലും വിഷമിക്കേണ്ട, ഇതാ വെറുതെ വേണേലും കുഞ്ഞുങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്. അതോടൊപ്പം വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മളുടെ സ്വാദിഷ്ടമായ ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും വളരെ എളുപ്പമുള്ള എന്നാൽ രുചികരവുമായ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. Till then, take care and bye bye.